പ്രഭേ എടാ ഒരു മിനിറ്റ് ഇപ്പൊ തീരും. ആ പ്രഭേ ഫൈസല് പറഞ്ഞായിരുന്നു കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയാ നമ്മളിവിടെ രക്ഷപ്പെടുത്തണേ. ചുമ്മാ അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. എന്നാ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. ആ രൂപേ ഇന്ദു എടാ നീ എവിടെയാ? അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയിലെ ഒരു മ്യൂസിക് ഡയറക്ടർ വിരാജ് ത്രിവേദി, അങ്ങേർക്ക് അന്ന് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സ്റ്റുഡിയോയിലൊരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. കൺഗ്രാറ്റ്സ്, അത് കളിക്കി. എടാ നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിലൊരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാൻ കരുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ. അതിന് ഏത് പടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞില്ല. പറഞ്ഞില്ല. എടാ അതെ, നാളെ ഒരു പൂജയും കൂടെ പിടിക്കാൻ പറ്റുമോ? സന്ധ്യ കഴിഞ്ഞ് മതി. വൻ ഓഫറാ. കൃഷ്ണനുണ്ണി ജ്യൂസിൽ ഇന്ന് വരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ളൊരു അഡ്വക്കേറ്റിൻ്റെ +2 പഠിക്കുന്ന ചെക്കൻ്റെ ദേഹത്തൊരു പ്രേതബാധ. അവൻ എന്തൊക്കെയോ കാണുന്നെന്നോ കേൾക്കുന്നെന്നോ. രൂപ എനിക്ക് ബാധ ഒഴിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്ത കുറച്ച് മന്ത്രങ്ങളും വിധികളും ഞാൻ PDF ആക്കി വാട്സപ്പിൽ അയച്ചു തരാം. ബാക്കിയൊക്കെ സുദർശന ഹോമത്തിൻ്റെ സെയിം സെറ്റപ്പ്. വേണമെങ്കിൽ കുറച്ച് തീയും പൂക്കളും കൂട്ടിക്കൊരു പഞ്ചിന്. ഏത് നേരത്താണ് കുട്ടിയെ രൂപയെന്ന് വിളിക്കാൻ തോന്നിയത്? അതെന്നോടാണോ ചോദിക്കണ്ടേ? എടാ പ്ലീസ്. ശരി, പിന്നെ 60-40 മറക്കല്ലേ. ആ ഓക്കെ. എടാ പ്രഭേ സോറി, ഇന്നില്ല. വിരാജ് സാറിൻ്റെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകല് ഉറക്കം. ഓ കുഴപ്പമില്ല, ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, ഇപ്പൊ ആഡ് ചെയ്യാവോ എൻ്റെ ഇൻസ്റ്റ ID ചോക്കി ചോസ്കി? ഓക്കെ ഓക്കെ. ഫിസിയോതെറാപ്പിക്ക് ഏട്ടനെ കാറിൽ പോയാൽ മതി. എനിക്ക് കാറിന്റെ കുഴിയിൽ കയറി ഇരിക്കാനും എഴുന്നേക്കാനും ഒക്കെ വലിയ പാടാ. ഓട്ടോ ആവുമ്പോൾ നല്ല സുഖമാണ്. നിനക്ക് ഇന്ന് പൂജയുള്ളതല്ലേ? ആ സൂക്ഷിക്കണം. അല്ല, ഞാൻ തന്നെ ഓടിച്ചു പോടുന്നാണോ? ഓ, എന്തൊക്കെയാ ഓടിച്ചോണ്ട് വരണേ? ചെടിയൊക്കെ ചീത്തയാവൂ. ചെടിക്ക് നമ്മുടെ മുടി വെട്ടുന്ന പോലെ ഉള്ളൂ. നല്ല സുഖമായിരിക്കും. എനിക്ക് ഇത്തിരി ചെടിപ്രാന്ത് കൊടുത്തില്ലേ പോലെ. എന്താ പേര്? ഹിബിസ്കസ് റോസ സിനൻസിസ്. ചൈന റോസ് എന്ന് വിളിക്കും. അതല്ല, തന്റെ പേരെന്താ? ഓ അത് ഹണിമോൻ പോലെ. പോ. തനിക്ക് പൂജക്കൊക്കെ പോകണ കാർ എടുക്കാട്ടോ. വേണ്ട, ഞാൻ ഈ ഓട്ടത്തിൽ തന്നെ പൊക്കോളാം. ഈ സമയത്ത് ഇവിടെ എന്ത് പൂജയാണ് തിരുവാനി? ഭഗവത്സവയാ? ഒരു പ്രേതം ഒളിപ്പിക്കാണ്ട്. അഡ്വക്കേറ്റ് ദിലീപ്. യെസ്, രൂപേഷ് വിളിച്ചിരുന്നു. സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണോ? വേണ്ട, കൂടെ ഒരു ഞാൻ ഡ്രൈവറെ വിളിക്കാം. ഇവിടെ വെച്ചോട്ടെ. ആ ഇനി പുൽപ്പായ മാത്രം പോരെ? ആ മതി. 10 മിനിറ്റ് ഞാൻ വിളിക്കാം കേട്ടോ. ഓ ദീപ്തി ചേച്ചി, 10 മിനിറ്റിനകം റെഡിയാവും. ശരി. ഒരു ഡിസ്ട്രിക്ട് ഹോട്ടലാണോ? കഴിഞ്ഞ 2 മാസമായിട്ട്. നാട് കുട്ടിക്കാനത്താ. ഈ ഗിറ്റാർ ആരുടെയാ? അത് കുട്ടുവിൻ്റെയാ. ഐ മീൻ അവിനാഷ്. അവൻ നന്നായി പ്ലേ ചെയ്യും. എപ്പോൾ നോക്കിയാലും ലത ചേച്ചി വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടിയാ. ഇപ്പം അതിനൊന്നും വേണ്ട. ഓ, ഡോക്ടറൊന്നും കാണിച്ചില്ലേ? നിംഹാൻസിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ റാഫേൽ. മിടുക്കനാണ്. അദ്ദേഹത്തെ കാണിച്ചു, മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷേ വൈഫിന് ഒരേ നിർബന്ധം, പൂജ നടത്തണമെന്ന്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ഇരുന്നോളൂ.
ഇരിക്കും മോനെ. ഇരിക്കടാ. മാഡം കൂടി ഇരുന്നോളൂ, മോൻ കംഫർട്ടബിൾ ആയിക്കോട്ടെ. ഇരിക്കും മോനെ. എന്നു മൂലം തുടങ്ങിയത്? ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ 24 hours ഞാൻ കൂടെ തന്നെ വേണം, ബാത്റൂമിൽ പോകുമ്പോഴും. ഹലോ. ഐ കോണ്ടാക്ട് തീരെ ഇല്ല ഇപ്പം. പൂജ തുടങ്ങാൻ പോവാണ്. ഒരു ബാധയാണെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. ഈ പൂജ കഴിയുന്നതോടെ അത് ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞു പറഞ്ഞോ. പ്രേതം ഒഴിഞ്ഞു പോയെന്നെയാ. ഞാൻ അയച്ചെന്ന മന്ത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നേ. എനിക്ക് തോന്നുന്ന മെഡിസിൻ്റെ എഫക്റ്റ് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ 60,000 രൂപയ്ക്ക് പകരം വക്കീൽ 1,00,000 രൂപ തരണമെങ്കിൽ എന്തോ എന്താ പൂണൂലിട്ട് പൂജ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഈശ്വരൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. അപ്പോൾ ഞാൻ എന്നാലാവുന്ന വിധം ജെന്യുവനായിട്ട് ആത്മാർത്ഥയോടും ചിട്ടയോടും കൂടി എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ നാളത്തെ 3 ദിവസം ബ്രേക്ക് വേണം. അയ്യോ, ഞാൻ 3 പൂജ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയി. അതേ 8 പേര് ബ്രേക്ക്. ഇല്ല 60-40 70-30. ഓക്കെ. അമ്മേ ആ ഫോണിൽ തന്നെ. അവളെ സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല.